പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, എല്ലാ മക്കളെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും, ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും, ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിനെ പ്രത്യേകം മാധ്യസ്ഥ ലഭിക്കട്ടെ. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വിഷമസന്ധികൾ ചിലപ്പോൾ ആരെങ്കിലുമായിട്ടുള്ള സമാധാന ചർച്ചയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം, പ്രത്യേക ദൗത്യം, പ്രത്യേക ഉദ്ദേശം. അത് നിങ്ങളുടെ ജീവിതത്തെ ഇന്നാണ് തീരുമാനിക്കുന്നത്, മുന്നോട്ട് പോകുമോ താഴോട്ട് പോകുമോ എന്നുള്ളത്. അങ്ങനെ നിർണായകമായ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു. കാലവർഷത്തിന് ദയനീയത അനുഭവിക്കുന്നവരുണ്ട്. രോഗികളായ വീട്ടിൽ കിടന്നിട്ട് ആ വീട്ടിൽ പോലും തണുപ്പ് മാറാതെ വിശപ്പിനോടും രോഗത്തോടും പട്ടിണിയോടും മല്ലിടുന്നവരുണ്ട്. കുടുംബത്തിൽ നിരാലംബരായി പോയവരുണ്ട്. അവർക്കെല്ലാം കർത്താവേ, സന്ധിപ്പിൻ്റെ ഒരു സമുദ്രം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. സന്മനസ്സുള്ളവരുടെ സന്ധിപ്പ് ലഭിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. പഠനകാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന മക്കളെ, ഉപരിവിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടിയുള്ള കോളേജുകൾ, സ്കൂളുകൾ, അതിൻ്റെ സീറ്റുകൾ ഇപ്പോഴും കിട്ടാത്ത മക്കളെ, പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒത്തിരി ക്ലേശം അനുഭവിക്കുകയും വഴക്കും, അതേസമയം തന്നെ അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുറ്റം പറച്ചിലും എല്ലാം കൂടെ മനസ്സിടിഞ്ഞു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് വിചാരിച്ചാൽ അവരെ എല്ലാം സെറ്റ് ചെയ്യാൻ കഴിയും. അവിടെ ജീവിതം അടഞ്ഞു പോകാതിരിക്കാനും, അതുപോലെ തന്നെ തങ്ങൾക്ക് യോഗ്യമല്ലാത്ത മറ്റുള്ളവരുടെ ഉയർച്ചയും അവരുടെ ജീവിതരീതിയും കണ്ട് അതുപോലെ ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഓരോരുത്തരും എത്തിപ്പെടാത്ത
സംഘർഷത്തിൽ ചെന്ന് അവസാനിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവർക്ക് നല്ല ബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പറ്റുന്ന രീതിയിൽ ചിന്തിക്കുവാനും അവരുടെ കയ്യിൽ അവർക്ക് ഭാവിയിൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ, ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ജീവിതം ക്രമീകരിക്കുവാൻ അവർക്ക് സുബോധങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ മക്കൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എടുത്തപ്പൊങ്ങാത്ത ജീവിത ഭാരവുമായി ഭ്രാന്തി പിടിച്ച് നടക്കുന്നുണ്ട്. അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകണമേ. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭ്യമാകാനല്ല പറ്റാത്ത ആത്മീയ സാഹചര്യമാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ, ഈ പ്രാർത്ഥനയുടെ ജാമ്യത്തിൽ അവരങ്ങ് സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവരെ, കർത്താവ് ഓഫീസുകളിലൊക്കെ എല്ലാം പല സമ്മർദ്ദം അനുഭവിക്കുന്നവരെ അവർക്കെല്ലാം സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിലും സമാധാനമില്ല, ഓഫീസിൽ സമാധാനമില്ല, ജോലി ചെയ്യുന്നിടത്ത് സമാധാനമില്ലാതെ സ്വന്തം ആരോഗ്യവും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒത്തിരിയേറെ മക്കളുടെ കർത്താവ് അവരെല്ലാം സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. കടൽ കയറ്റം കൊണ്ട് വലയുന്നവരെ, അതിനെതിരെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ പോരാട്ടങ്ങൾ എല്ലാം ഉത്തരവാദിത്തമുള്ളവരുടെ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് കർത്താവ് മനുഷ്യന് സ്വസ്ഥവും സമാധാനവും സുരക്ഷിതമായ ജീവിതം ക്രമീകരിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ ഓപ്പറേഷന് വ്യത്യസ്തങ്ങളായ ടെസ്റ്റുകൾക്ക്, ഓപ്പറേഷന്, ട്രീറ്റ്മെൻറ്റിന് എല്ലാം ഡേറ്റ് നിശ്ചയിച്ചതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഭയമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ, എൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ, അടുത്ത മാസം ഇങ്ങനെ ഞാൻ എങ്ങനെ ഇരിക്കുമോ, ഇങ്ങനെയൊക്കെ വല്ലാണ്ട് ചിന്തിച്ച് കടകയറുന്നവരെയും വിഷമിക്കുന്നവരെയും ആന്തരികമായ അഭിഷേകം നൽകി അവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നവരെ, ചെറിയ മാർഗങ്ങളിലൂടെയാണ് ജീവിച്ചു പോണത്, അവർക്ക് വല്ലാത്ത ചെലവുകൾ വരുന്ന എല്ലാവിധ വിഷയങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അവർ സമാധാനത്തിലുള്ള ചെലവ് കൊണ്ട്, വരവ് കൊണ്ട് ഉള്ളതുപോലെ ജീവിച്ച് സമാധാനത്തിൽ പോകുന്നതിന് വേണ്ടി അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവരെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അവരില്ലാത്തതൊക്കെ എല്ലാം വിട്ടും ചുട്ടും, അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് നടത്തിയും പരാജയപ്പെട്ടും അധ്വാനിച്ച പണം മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പീഡിതരായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക വളർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആധ്യാത്മിക വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നവരില്ലേ, ഇപ്പോൾ ചിലർ പറയും നീ ചോറ് തിന്നുമ്പോൾ പറയും അതിനകത്ത് എന്നാ ഇരിക്കണേ, കാർബോഹൈഡ്രേറ്റ് അല്ലേ, ഇതെല്ലാം വലിച്ചു കയറ്റിയിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും. കറക്റ്റായിരിക്കും. ഇപ്പോൾ പിള്ളേരൊക്കെ ഇല്ലേ, പുതിയ തലമുറക്കാരൊക്കെ ന്യൂട്രീഷൻ വാല്യൂ നോക്കിയിട്ട് കലോറിയൊക്കെ നോക്കിയിട്ടല്ലേ കഴിക്കണം. അവർക്ക് ആവശ്യമായ കലോറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കത്തില്ല. വയറൊക്കെ നോക്കി ചാടാതിരിക്കാൻ നോക്കി അല്ല, അങ്ങനെയൊക്കെ അല്ലേ. ഇതുപോലെ തന്നെ ഈ വചനത്തിനും അങ്ങനെ ഒരു വിഷയമുണ്ട്. ആത്മാവിന് വലിയ കലോറി കിട്ടാത്ത വചനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇതിനകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ബിസിനസ് മൈൻഡോടുകൂടി വേണം വചനത്തെ നമ്മൾ സമീപിക്കാമെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ബിസിനസ് അല്ല കേട്ടോ, അതായത് കൂടുതൽ ഏണിങ്ങുള്ള, കൂടുതൽ വരുമാനങ്ങളുള്ള വചനങ്ങളെ, കൂടുതൽ കൃപ ആർജിക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ എല്ലാ വചനവും ഒരുപോലെ അല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ കേൾക്കുമ്പോഴേ അച്ഛൻ എന്നാ പറയണതെന്നൊക്കെ എനിക്ക് തോന്നി. അല്ല, ചെറിയ വചനങ്ങളുണ്ട്, വലിയ വചനങ്ങളുണ്ട് ഇല്ലേ, ചെറിയ വചനങ്ങളില്ലേ, വലിയ വചനം. അപ്പോൾ ചെറിയ വചനങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുമ്പോൾ ചെറിയ കലോറിയാണ് ആത്മാവിന്, ചെറിയ കൃപയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് അല്ലേ. വലിയ വചനങ്ങളാണ് പാലിക്കണമെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കുക ഏതാണ് ചെറിയ വചനം, ഏതാണ് വലിയ വചനം, വചനമെല്ലാം ഒരുപോലെ അല്ലേ എന്ന് ചോദിക്കുക. അങ്ങനെയല്ല, ഈശോ പറഞ്ഞതാണ്. ഇതാണ് മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ, ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന്, ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായത് ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ നോക്കിയേ, ഈ റിസൾട്ട് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് പറയുന്നത്
കൃപയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അത് അപ്പോൾ നമ്മൾ ചെറിയ വചനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ജീവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ നിത്യതയിലും ഈ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിത്യതയിൽ ഇപ്പോൾ രണ്ടും കൊടുത്ത് നമുക്ക് റിട്ടേൺസ് കുറവായിരിക്കും. അപ്പോൾ ബുദ്ധിയുള്ളവർ ബിസിനസ്സായിട്ട് എങ്ങനെയാണ് കാണുന്നത്? വലിയ വചനങ്ങൾ ഒക്കെ കണ്ട് കലോറി കൂടുതൽ കിട്ടുന്നത്, അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് കൂടുതലുള്ള ആത്മാവിന് നല്ല പോഷണങ്ങളുള്ള വചനങ്ങൾ നോക്കി ആണ് പാലിക്കേണ്ടത്. ഇപ്പം ഈശോ പറഞ്ഞു കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞില്ലേ? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെന്താ? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിൻ്റെ മടിയിലോട്ട് ചുരിയോ. അപ്പോൾ നോക്കിയാൽ തരണതിനൊരു പരിധിയില്ല. അപ്പോൾ എന്താണ്? കൊടുക്കണതിനും പരിധി ഉണ്ടാവരുതെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സമ്പത്ത് കൊടുക്കാം, അത് ഈസിയാണ്. സമയം കൊടുക്കാം, അത് ഈസിയാണ്. പ്രസൻസ് കൊടുക്കാം, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. മനസ്സിലായില്ലേ? വലിയ വചനമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് സമയം കൊടുക്കാം, ദാറ്റ്സ് വെരി ഈസി. ഉള്ളവന് കൊടുത്താൽ എന്താ കുഴപ്പമാവും? പിന്നെന്താണ്? സമ്പത്ത് കൊടുക്കാം, പിന്നെ സമയം കൊടുക്കാം, പിന്നെ കൊടുക്കാം സമയം കൊടുക്കാം, കുറേ സമയമൊക്കെ ചിലവർക്ക്. പക്ഷേ സാന്നിധ്യം കൊടുക്കാം. അയ്യോ, അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് സാന്നിധ്യം, രോഗികൾക്ക് സാന്നിധ്യം കൊടുക്കണത്. സാന്നിധ്യത്തിൻ്റെ ഇതിൽ നിസ്സഹായമായി നിൽക്കുന്നവർക്ക് സാന്നിധ്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് അമർത്തി, പിന്നെന്താണ്? കുലുക്കി, അപ്പോഴും അളവ് കൂടുകയാണ്. നിറച്ച് അളന്ന് എൻ്റെ മടിയിലോട്ട് ചൊരിയുക. അപ്പോൾ കർത്താവ് തരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? വലിയ വചനങ്ങൾ പാലിക്കുന്നത്. ചെറിയ വചനം, ഇപ്പം 5:19 ചെറിയ വചനമുണ്ട്, വലിയ വചനമുണ്ടെന്ന് പറഞ്ഞു. ചെറിയ വചനം എന്ന് പറയണത് കുറച്ച് ഇൻകം മാത്രം കിട്ടുന്ന, മാർജിൻ മാത്രമുള്ള വരുമാനമുള്ള വചനങ്ങൾ. വലിയ വചനങ്ങൾ എന്ന് പറയുന്നത് പല പല വചനങ്ങൾ ഒരേ അർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് വലിയ വചനം. അതിൻ്റെ തന്നെ ഒരു അവാന്തര വിഭാഗമായിട്ടാണ് ഞാനിപ്പോൾ പറയണത്. എന്താ പറയണത്? വലിയ വചനങ്ങളെന്ന് പറയണത് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലാണെന്ന്. എന്താണ്? ചെറിയ വചനമുണ്ട്, 5:19 ചെറിയ വചനങ്ങളുണ്ട്, വലിയ വചനമുണ്ട്. പക്ഷേ വലിയ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. ചില വചനങ്ങൾ പാലിക്കുന്നതിന് നമുക്ക് സമ്പത്ത് കൊടുത്താൽ മതി, ദാറ്റ് ഈസ് ഈസി. കുറച്ചുകൂടി ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ നമ്മൾ പിന്നെന്ത് കൊടുക്കണം? നമ്മുടെ സമയം കൊടുക്കണം. പിന്നെ എന്താണ്? കുറച്ചുകൂടി അതിനേക്കാൾ ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സാന്നിധ്യം കൊടുക്കണം. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ കലോറികളിലാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഐസയ 42:3 ചതഞ്ഞ ഞാങ്കണ അവ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല, അവ വിശ്വസ്തയോടെ നീതി പുലർത്തും. അടുത്ത വചനം ഇതിനേക്കാൾ ശക്തമാണ്. എന്താ പറയണത്? 4 പറഞ്ഞ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ, ഏറ്റു പറഞ്ഞേ, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയില്ല. ഒന്നിനു പറഞ്ഞ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ, അവൻ പരാജയപ്പെടുകയില്ല. ഇനി നമ്മൾ തിരിച്ചു പറയണം. എന്താണ്? ഞാൻ പരാജയപ്പെടുകയില്ലെന്ന് പറയണം. ഞാൻ ദൈവവേദന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരാജയപ്പെടുകയില്ല. പറയുക, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ, ദൈവ പൈതലായ ഞാൻ പരാജയപ്പെടുകയില്ല. നമ്മുടെ പൗലോസ് പറഞ്ഞില്ലേ, എനിക്കൊരു ജ്ഞാനസ്ഥാനം ഈശോ പറഞ്ഞില്ലേ, എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാറുണ്ട്. അപ്പോഴേ ഈ ജ്ഞാനസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഹീസ് റെഡി ആൻഡ് വി ആർ ഓൾസോ റെഡി. ഇതാണ് നീതി എന്ന് പറയുന്നത്. അതായത് 12:50 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം, എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഈശോ സ്വീകരിച്ച ജ്ഞാനസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എന്താണ്? പിതാവിൻ്റെ മനസ്സിനെ ഏതറ്റം വരെയും സമർപ്പിക്കാൻ ഈശോ കാണിച്ച സമർപ്പണമാണ് ഈശോ നേടിയ നീതി എന്ന് പറയുന്നത്. അതാണ് എന്താണ്? അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞ മക്കളുടെ വീറും വാശിയും കണ്ടപ്പോഴേ അത് വ്യാഖ്യാനിച്ചാണ് ഞാനിവിടെ എത്തിയത്, ഈ വചനത്തിലെത്തിയത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ, അതായത് ദൈവം മാത്രമാണ് എൻ്റെ വിശ്വാസത്തിന് മറുപടി പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഈ അവസ്ഥയിൽ എന്നെ കൈപിടിച്ചുയർത്തിയത് ദൈവം മാത്രമാണെന്ന് പറയുമ്പോഴേ ആ ദൈവം കൈപിടിച്ചുയർത്താൻ സ്വീകാര്യമല്ലാത്ത ഒരു കാലമായിരുന്നു അവരുടേത്, പ്രസാദകരമല്ലാത്തൊരു കാലമായിരുന്നു അവരുടേത്. ഈ പ്രസാദകരമല്ലാത്ത കാലത്തെ പ്രസാദകരമാക്കാൻ, ഈ സ്വീകാര്യമല്ലാത്ത കാലത്തെ സ്വീകാര്യമാക്കാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മളോട് പറഞ്ഞത് ആരാണ്? അമ്മയാണ്. അമ്മ എങ്ങനെ പറഞ്ഞു? അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞില്ലേ ലൂക്കാ 1:35. എന്നിട്ട് അത് കേട്ടപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അത്യുന്നതിൻ്റെ ശക്തി, മനുഷ്യന്മാരുടെ ശക്തി, യുക്തിയുടെ ശക്തി, ശാസ്ത്രത്തിൻ്റെ ശക്തി, ശരീരത്തിൻ്റെ ശക്തി, പണത്തിൻ്റെ ശക്തി, പറമ്പിൻ്റെ ശക്തി, പാർട്ടിയുടെ ശക്തി, ഇങ്ങനെ പല ശക്തികൾ ലോകത്തുണ്ട്. അതിനൊന്നും നമ്മൾ ദാസ്യങ്ങളല്ല, അതിനൊന്നും നമ്മൾ ദാസ്യം വരെ എടുക്കേണ്ട കാര്യമില്ല. ഓരോരോ കാലത്ത് സഭ പല പല കാര്യങ്ങളിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സഭ ചെയ്യാത്ത തെറ്റിന് പോലും 10 വോട്ട് നേടാൻ വേണ്ടി സഭയെ പ്രതിഷ്ഠാനത്ത് നിർത്തിക്കൊണ്ട് മറ്റു സമുദായക്കാരുടെ പ്രീണനങ്ങളും അവരുടെ താല്പര്യങ്ങളും എടുത്തുകൊണ്ട് കസേര ഉറപ്പിക്കാൻ വേണ്ടി സഭയെ കരുവാക്കിയിട്ടുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ അങ്ങനെയുള്ള കാലങ്ങളൊന്നും സഭ ആരുടെയും ദാസ്യാകത്തില്ല. ജ്ഞാനസ്ഥാനം വെള്ളം വീണവനാകാതിരിക്കാം, പക്ഷേ കർത്താവിന് ദാസ്യാകാൻ അല്ലെങ്കിൽ ദാസനാകാൻ കഴിയാത്ത വ്യക്തി ലോകത്തിൻ്റെ ദാസനാകും അല്ലെങ്കിൽ ദാസിയാകും. അങ്ങനെ ആ അവസ്ഥയിൽ അവർ അന്നം കുറിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒറ്റ ദാസനേ ഉള്ളൂ. ആരാണ്? ദൈവത്തിൻ്റെ ദാസൻ. അതാണ് അമ്മ പറയണത്. അമ്മ പറഞ്ഞ അസ്വീകാര്യമായ സമയത്തെ എങ്ങനെ അമ്മ സ്വീകാര്യമാക്കി, പ്രസാദകരമല്ലാത്ത സമയത്തെ എങ്ങനെ പ്രസാദകരമാക്കി. വിത്ത് എ സിംഗിൾ വേർഡ്. എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താ പറയണത്? എങ്ങനെയാണ് ദാസ്യനാകണത് ഒരു മനുഷ്യൻ? എങ്ങനെയാണ് ദാസ്യാകണത് ഒരു സ്ത്രീ? ബിഹോൾഡ് ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. എന്താണ്? അങ്ങനെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവവേദനേ, എപ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം തൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി സ്വയം സമർപ്പിതമാകണത്? അവൻ ദൈവത്തിൻ്റെ ദാസനാകും, ദൈവത്തിൻ്റെ ദാസിയാകും. അവന് സ്വീകാര്യമല്ലാത്ത സമയം അവൻ സ്വീകാര്യമാക്കി, പ്രസാദകരമല്ലാത്ത സമയം അവന് പ്രസാദകരമാകും. എപ്പോഴാണത്? അവൻ ദൈവത്തിന്റെ വചനത്തെ തന്നെ പരിശുദ്ധ അമ്മയെ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അസ്വീകാര്യമായ സമയത്തെയും പ്രസാദകരമായ സമയത്തെയും ഞങ്ങൾക്ക് അമ്മയെ പോലെ പ്രസാദകരമാക്കി മാറ്റുന്നതിനായി അമ്മയെപ്പോലെ അത്യുന്നത ശക്തി ആവശ്യിക്കാൻ വേണ്ടി കർത്താവിന്റെ വചനം ജീവിതത്തിലെ നിറവേറ്റാൻ ആവശ്യമായ അഭിഷേകവും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി ആയി മാറുമ്പോഴാണ് അസ്വീകാര്യമായ സമയം സ്വീകാര്യമാകണതും പ്രസാദകമല്ലാത്ത സമയം പ്രസാദകരെ മാറ്റുന്നതും. അതിൻ്റെ മാതൃകയും മധ്യസ്ഥമായാണ് പരിശുദ്ധ അമ്മയെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ പ്രമേയം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദാസൻ ആയാൽ, ഇങ്ങനെ ദാസിയായാൽ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ദാസനാകാം? ദൈവത്തിൻ്റെ ദാസൻ്റെ മുഖമുദ്ര എന്താണ്? ദൈവത്തിൻ്റെ ദാസിയുടെ മുഖമുദ്ര എന്താണ്? നമുക്കറിയാം, സ്നേഹമുണ്ട്, ഇവിടെ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവദാസിയുടെ മുഖമുദ്ര അല്ല. ദൈവത്തിൻ്റെ ദാസൻ്റെ അല്ലെങ്കിൽ ദൈവദാസിയുടെ ഇപ്പോൾ ദൈവസ്നേഹം, പ്രത്യാശ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശ്വാസം, അങ്ങനെ തിയോളജിക്കൽ വെർച്യൂസ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷെ ഇതൊന്നും ദാസൻ്റെ പ്രഖ്യാപിതമായ മുദ്രയല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ദാസൻ്റെ അസ്വീകാര്യമായ സമയത്തെ സ്വീകാര്യമാക്കി മാറ്റാൻ കഴിവുള്ള ദാസൻ്റെ, അല്ലെങ്കിൽ പ്രസാദകരമല്ലാത്ത സമയത്തെ പ്രസാദകരമാക്കി മാറ്റാൻ കഴിവുള്ള ദാസിയുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ബൈബിൾ തരത്തുള്ളൂ. ദാറ്റ് ഈസ് ഫിഡലിറ്റി. എന്താണ്? വിശ്വസ്തത. ഈ വിശ്വസ്തതയും ദാസനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നമ്മൾ വായിച്ചിട്ട് സുവിശേഷത്തിൽ എന്താ പറയണത്? അവൻ ചതഞ്ഞ ഞാങ്കണം ഒടുക്കിയില്ല. പൈസയ 42 അല്ലേ? 42:3. അവൻ ചതഞ്ഞ ഞാങ്കണ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അപ്പം ഈ സുവിശേഷം ഞാൻ ഈ ക്രിസ്മസിന് ധ്യാനിച്ച ഭാഗമാണ്. അപ്പം എൻ്റെ കയ്യിൽ വേറെ ഒരു സംഭവമില്ല. വെച്ചാൽ വേറെ സാധാരണഗതിയിൽ ഞാൻ വ്യാഖ്യാന പുസ്തകം ഒന്നും നോക്കത്തില്ല.
കാര്യം വ്യാഖ്യാനിക്കേണ്ടത് ആരാ? കർത്താവിൻ്റെ ആത്മാവിൽ കർത്താവ് വ്യാഖ്യാനിക്കേണ്ട സമയത്ത് നമ്മൾ വല്ലവരും സത്യത്തിൽ സാധനം എടുത്ത് വ്യാഖ്യാനിച്ചാൽ ഭൗതികമായിട്ട് അക്കാഡമിക്ക് കിട്ടും, പക്ഷേ അതിന് അഭിഷേകം ഉണ്ടാകത്തില്ല. അതിന് ബുദ്ധിയെ മാത്രം ഇങ്ങനെ തെളിച്ച് പ്രകാശിപ്പിക്കും, പക്ഷേ വ്യക്തിയെ അത് അഭിഷേകം ചെയ്തിട്ട് ശക്തി കൊടുത്തിട്ട് വിടുതൽ നൽകുന്നതിന് അത് പര്യാപ്തമല്ല. അതൊരു ക്ലാസ് റൂം തിയോളജി അവിടെ കേട്ട് ഭൗതികമായ ബോധ്യം ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷേ നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകമാണ് വേണ്ടത്. ആത്മാക്കളെ വീണ്ടെടുക്കണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാനിലെ ഒരു ഹൈന്ദവ സഹോദരി ക്യാൻസർ 4th സ്റ്റേജിൽ സുഖപ്പെട്ടു എന്നും പറഞ്ഞ് വേറൊരു സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ സാക്ഷ്യത്തെ ഓൺ ചെയ്യണില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഓൺ ചെയ്യാത്തതിൻ്റെ കാരണം ആ വ്യക്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് ഞങ്ങളത് ഓൺ ചെയ്യണത്. പക്ഷേ ആ വ്യക്തി, ആ സൗഖ്യപ്പെട്ട വ്യക്തി പിന്നീട് നടത്തിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ കൈമാറ്റങ്ങളുണ്ട്. അത് ഗംഭീരമാണ്. ദാറ്റ് മീൻസ് എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വാസം കിട്ടി അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി തീരുമാനിക്കും. ഇവിടെ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും യേശുവിനെ ഒരു വ്യക്തി തൊട്ടു, കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസറിനുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ എപ്പോഴും കിട്ടും. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ ദാസന്റെ അഥവാ ദാസിയുടെ മുഖമുദ്രയായിട്ട് ഐസയ 42:3 എന്താ പറയണത്? അവൻ അല്ലെങ്കിൽ അവൾ വിലപിക്കുകയോ അതുപോലെ സ്വരമുയർത്തുകയോ ഇല്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഒരു ജീവിത പ്രതിസന്ധിയുടെ മുമ്പിലെ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? വിലപിക്കുക, നിലവിളിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ജീവിത പ്രതിസന്ധി, ഇപ്പോൾ രോഗമാകാം, ക്ഷീണമാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാകാം, ഭർത്താവ് മരിച്ച അവസ്ഥയാകാം, ഭാര്യ മരിച്ച അവസ്ഥയാകാം, കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്ത അവസ്ഥയാകാം, ഉള്ള കല്യാണം പോയ അവസ്ഥയാകാം, അല്ലെങ്കിൽ ഡൈവേഴ്സായ അവസ്ഥയാകാം. വാട്ട് മീ ദ സിറ്റുവേഷൻസ്, ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നെങ്കിൽ വിലപിക്കാം. എന്തുമാത്രം ഞാൻ സ്നേഹിച്ചതാണ്, എന്തുമാത്രം ഞാൻ എൻ്റെ കയ്യിലെ വളവരെ ഊരിക്കൊടുത്ത് പണയം വെച്ച് കൊടുത്തതാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ല. അവർക്ക് ലെമൻറ്റേഷൻ നടത്താൻ പറ്റും, വിലപിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ശരി പറയാം, മരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ പെണ്ണെടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസാണ് അവിടെ ഉള്ളത് മുഴുവനും. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കും, പോവുകയാണോ, എന്നെയും വിട്ട് പോവുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ നിന്ന് റിലീവ്ഡ് ആവും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് കൊച്ചച്ഛനായിരുന്ന കാലത്തൊക്കെ ഇത് നോക്കുമ്പോൾ ഞാൻ ദൈവമേ എന്നും കൊന്ന് ഇവിടെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഇനിയെന്നും. പക്ഷേ 2 മാസം കഴിയുമ്പോൾ റിലീവ്ഡ് ആവില്ല, നിരാശ. പക്ഷേ അതല്ല പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഒരു വിശ്വാസി കൈവരിക്കേണ്ട ഒരു വിശ്വാസി ആരാണ്, ഒരു ദാസി ആരാണ് നിങ്ങൾ അറിയണം. ദാസിയുടെ ഗുണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ദാസൻ്റെ ഗുണമുണ്ട്, അവൻ വിലപിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പം പരിശുദ്ധ അമ്മയുടെ കാര്യം തന്നെ എടുക്കുക. അമ്മയ്ക്ക് ഈ തണുപ്പുള്ള രാത്രി, അതായത് കഠിനമായ ശരീരം കുത്തിത്തുളച്ച് കയറുന്ന തണുപ്പുള്ള രാത്രി, ഈ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മണവും കേട്ട് ആരും നോക്കാനും തിരക്കാനും ഇല്ലാതെ ഈ നിസ്സഹായനായി ഒരു വീട് പോലും ഒരു ചാർത്ത് പോലും ഒപ്പിച്ച് തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കൊടുക്കാൻ പറ്റാതെ നിസ്സഹായനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടാതെ നിൽക്കുമ്പോൾ ആരാണ് കരയാത്തത്? ആരും കരഞ്ഞു പോകും. വെറുതെ കുത്തിയിരുന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി പേർ കണ്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരായിട്ട് ആശുപത്രി കൊണ്ട് ആക്കിയിട്ട് 3 ദിവസമായിട്ട് കിടക്കാതെ വരുമ്പോഴേ നമ്മൾ ആ വാർഡിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളോട് പറയാം, അച്ഛാ ഇത് പെറ്റതിന് മുമ്പേ വന്നില്ല, പെറ്റിട്ട് ഇപ്പോൾ 5 ദിവസമായി, അമ്മായിയമ്മ കൂടെ ഉണ്ട്, എന്നുവെച്ചാൽ ഭാര്യയുടെ അമ്മ കൂടെ ഉണ്ട്, അവർ മാത്രമേ ഉള്ളൂ, മരുമകൻ വന്നില്ല. അവൻ വെള്ളത്തിൻ്റെ പുറമോ അല്ലെങ്കിൽ തോന്നിവാസത്തിലോ ആണ്. പക്ഷേ ആ കൊച്ചിനെ കണ്ട് മുഖം പോലും കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവർ പറയുന്നത്. അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം പോലും, അപ്പോൾ അമ്മായിയമ്മ നമ്മൾ പറയും, അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ വന്നില്ല അച്ഛാ എന്ന് പറയുമ്പോൾ അമ്മായിയമ്മ നിലവിളിക്കും. ഇതാണ് നിലവിളിക്കുക, വിലപിക്കുക എന്ന് പറയുന്നത്. മകൾ മാത്രമല്ല, പക്ഷേ ആ സിറ്റുവേഷൻ ഭയങ്കര സങ്കടകരമാണേ. കാര്യം കെട്ടിച്ച് വിട്ടിട്ട് ഗർഭിണിയായിട്ട് വീട്ടിൽ തിരക്കാതെ ഇരുന്നിട്ട് അവസാനം നമ്മൾ ആശുപത്രി കൊണ്ടുവന്ന് ആശുപത്രി ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ പറ്റാത്ത അത്ര കടുവരമായ ദുഷ്ടന്മാർ ഞാൻ പറഞ്ഞത് കെട്ടാൻ നിൽക്കുന്നതാണ്. ചില ആൾക്കാർ കെട്ടിപ്പാപികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ അവർ വിശുദ്ധരായി ജീവിച്ചേരാൻ. കാര്യം കെട്ടാൻ യോഗ്യതയില്ലാത്തവൻ. അപ്പം ഞങ്ങൾക്കൊക്കെ എന്താ വിളി കിട്ടിയപ്പോൾ കെട്ടാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലായി, ഞങ്ങൾ കല്യാണം കഴിക്കില്ല, കർത്താവിനെ സ്വീകരിച്ചു. അതെന്താണ്? ആ വിളിയുടെ കാലത്ത് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണത്. പിന്നീട് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നും എന്ത് പറ്റണം? എത്രയോ സന്തോഷമായിട്ട് എത്ര രോഗങ്ങൾ വന്ന് ക്രിസ്മസ് പോലും ഇല്ല ജീവിതത്തിൽ, പക്ഷെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല.
ക്രിസ്മസിൻ്റെ ദിവസമൊക്കെ 6 രോഗങ്ങളായിട്ടാണ് എനിക്ക് അവസ്ഥ, 4 രോഗങ്ങൾ. എന്നിട്ട് ആരോഗ്യം പരാതി പറഞ്ഞു. അതെന്താ കാര്യം? ഈ അമ്മയെടുക്കുന്ന പഠിച്ചതാണ്. അമ്മ എന്താ ചെയ്യണത്? ഈ പാതിരാത്രിക്ക് ഒരു മനുഷ്യൻ പോലും വരണില്ല, തിരക്കണില്ല, മനുഷ്യപ്പറ്റില്ല, ആരും അന്വേഷിച്ച് വരണില്ല. ഞാൻ ബെത്ലഹേമിൽ പോയി അമ്മ പെറ്റ് കിടന്ന സ്ഥലം കണ്ടത് അവിടെ ഒരു കുത്തിയിരുന്ന് ഈ കൊന്തയിലെ ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ബെത്ലഹേമിലേക്ക് ഞാൻ നോക്കുമ്പോഴും നമ്മളുടെ കറക്റ്റ് ഇതാണ്, എന്താ ഹൈ റേഞ്ചിലുള്ള സ്ഥലമുണ്ടല്ലോ നമ്മളെല്ലാവരും ആൾക്കാരൊക്കെ പോകുന്നത്, ഞാൻ പറഞ്ഞ സ്ഥലം. അതുപോലെ നല്ല പച്ചപ്പുല്ലിങ്ങനെ പിരിച്ച് നല്ല തണുത്ത പ്രകൃതിയാണ് അവിടെ. അപ്പോൾ വാഗമൺ പോലെ തന്നെ ഈ സ്ഥലം ഇങ്ങനെ ബെത്ലഹേം, ഞാനിങ്ങനെ ബെത്ലഹേമിന് ഈ പുൽക്കൂട്ട് അമ്മയുടെ ആ പാറയുടെ വലിയൊരു പാറയാണ്, പാറയുടെ ഉള്ളിലാണ് ഈ കാലികളെ സൂക്ഷിക്കുന്നത്. അവിടെയാണ് ചരിത്രപരമായിട്ട് പാരമ്പര്യത്തിൽ അമ്മ തിരുപ്പിറവി നടന്ന സംഭവം. നമ്മളവിടെ കൊന്തയിലിട്ട് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ വാഗമൺ പോലെ ഇരിക്കും. എന്താണ്? എല്ലായിടത്തും നല്ല തണുത്ത പച്ചപ്പുള്ള പുല്ല് ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ ഒരു മലയടിവാരത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുകയും. അപ്പോൾ പണ്ട് തന്നെയാണ് അവസ്ഥ. ആ പ്രദേശത്ത് അന്നുമില്ല മനുഷ്യർ, ഇന്നുമില്ല മനുഷ്യർ. വിജനമായ സ്ഥലമാണ്. ഈ വിജനമായ സ്ഥലത്ത് അകപ്പെട്ടു പോയിട്ട്, കാലികളുടെ ഇടയിൽ അകപ്പെട്ടു പോയിട്ട് അവൾ കരഞ്ഞില്ല. അതാണ് സംഭവം. കാര്യം അതിന് പ്രാകൃതരായ മനുഷ്യരെയാണ് കാണുന്നത്. ആരെ കാണുന്നത്? ഇടയന്മാരെ കാണുകയാണ്. കരയാനുള്ള എല്ലാ വകുപ്പും അവിടെ ഉണ്ട്. ഭർത്താവിനെ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം, നിങ്ങളെ പെറ്റതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് വന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവമല്ലേ, നിന്നെ ദാസിയാകാൻ ദൈവം വിളിക്കുന്നു. നീ കരയരുത്. വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ നീ വാരി വലിച്ച് നിലവിളിച്ച ഒരു പ്രശ്നമില്ല. പക്ഷേ നിനക്ക് കിട്ടിയ പാഠം എന്താണ്? തിരിഞ്ഞു നോക്കാൻ അറിയില്ല. ഇനി ആവശ്യപ്പിതാവ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ചാർത്ത് കാണിച്ചു കൊടുക്കാനും തരപ്പെടുത്തിയെടുക്കാനും ഉള്ള കഴിവില്ല. ദൈവം ചില മനുഷ്യരുടെ കഴിവ് തക്ക സമയത്ത് എടുത്തു കളയും. വലിയ കഴിവുള്ള മനുഷ്യരാണ്. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പരിചയമില്ലാത്ത രാജ്യത്ത് അമ്മയും കുഞ്ഞിനെ കൊണ്ടുപോയി വേറെയും കൂലിയില്ലാത്ത കാലത്ത് 2 കൊല്ലം താമസിച്ച ആളാണ് ഔസേപ്പിതാവ്. കഴിവില്ലാഞ്ഞിട്ടാണോ? കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ ദൈവം ചിലരുടെ കഴിവെടുത്ത് ചില സമയത്ത് എടുത്തു കളയും. അത് നിങ്ങൾ തിരിച്ചറിയണം, അല്ല മാർഗ്ഗമില്ല. നിൻ്റെ ഭർത്താവിനെ നിന്നെ നോക്കാനും തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ കഴിവുണ്ടേ, പക്ഷേ ചില സമയത്ത് ആ ഓർമ്മ കിട്ടത്തില്ല. എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടൊന്നും ഒക്കത്തില്ല. അയാൾ ചെയ്യും, പക്ഷെ ഒക്കത്തില്ല. പല വേലകളും പല പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒക്കണില്ല. എല്ലാ വലിയ കഴിവുള്ള മനുഷ്യർക്ക് ചില സമയത്ത് എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട പോലെ വരും. ഔസേപ്പിതാവ് വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നു. ഒറ്റയ്ക്ക് ഈ അമ്മയും കുഞ്ഞിനെയും ചോരക്കുഞ്ഞിനെയും കൊണ്ട് വേറെ ഒരു രാജ്യത്ത് പോയി. അത് വെറുതെ പെരുന്നാളിന് പോയതല്ല. ഊരിപ്പിടിച്ച വാളുമായി ഹെറോദസിൻ്റെ പട്ടാളക്കാർ പുറകെ വരുമ്പോൾ മുമ്പേ വീണ് ജീവനം കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോയി അന്യരാജ്യത്ത് ഈ അമ്മയും കുഞ്ഞിനെയും 2 കൊല്ലം താമസിപ്പിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഈ രാത്രി ചങ്കൂറ്റം പോയി. പിറ്റേ ദിവസം ചങ്കൂറ്റം പോയി. ഒരു വീട് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റണില്ല. ദയവേദനെ, നിനക്ക് നിൻ്റെ പണം, നിൻ്റെ ശക്തി, നിൻ്റെ സ്വാധീനം ചില സമയത്ത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിനക്ക് കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മ നിന്നോട് പറയുന്നു, അപ്പോഴും നീ കരയരുത് മോളെ. എന്താണ്? അപ്പനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ശ്രുതികടേ അതായത് പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ കരഞ്ഞാൽ ഒരു വിഷയത്തെ, നമ്മൾ ആ വിഷയത്തിൽ കരഞ്ഞു പോയാൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് പറയണത്. അദ്ദേഹം പറയണത് ദൈവവചനം നിറവേറ്റുന്നതിൽ, നീതി നിവർത്തിയാക്കുന്നതിൽ, ദൈവഹിതം നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ദൈവഹിതം നിറവേറ്റുന്നത് നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ പറയണല്ല, ഐസയ പറയണ വചനങ്ങളാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഇപ്പോൾ എന്താ അമ്മ ചെയ്തത്? കരയേണ്ട സമയത്ത് അമ്മ എന്താ ചെയ്തത്? ലൂക്കാ 2:19 അമ്മ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു, കരഞ്ഞില്ല. അത് അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. ഐസയ 42:2 ദാസനാണ്. ദൈവത്തിൻ്റെ ദാസ്യം അതുപോലെ വിലപിക്കുകയോ കരയുകയോ സ്വരമുയർത്തുകയില്ല. കരഞ്ഞില്ലല്ലോ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് 2:19 ലൂക്കാ 2:19 നമ്മളോട് പറഞ്ഞത് എന്താണ്? മറിയം അട്ലയമാരി പോയപ്പോൾ കരയേണ്ടതായിരുന്നു. അവിടെ കരയേണ്ടതായിരുന്നു. ഈ പ്രകൃതം പിടിച്ച മനുഷ്യനെ കാണുമ്പോൾ കരഞ്ഞു പോകേണ്ടതായിരുന്നു. അമ്മയില്ല, അപ്പനില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല, ഔസേപ്പിതാവിൻ്റെ പക്ഷത്തൊന്നുമില്ല, സ്വന്തം പക്ഷത്തൊന്നുമില്ല, നാട്ടുകാരുമില്ല. കരയേണ്ടതായിരുന്നു അവിടെ. പക്ഷെ അവൾ കരഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി വചനം പറയും, അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് ദാസൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദാസിയുടെ സ്വഭാവം എന്ന് യെശയ്യാ 42:2-3 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവൻ സ്വരമുയർത്തുകയില്ല. അവൻ വിലപിക്കുകയില്ല, സ്വരമുയർത്തുകയോ ഇല്ല. അതായത് തെരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കപ്പെടുകയില്ല. അതായത് ഞാനിപ്പോഴും ഈ വിഷയം ധ്യാനിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യേശുവിനെ കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിക്കുന്ന ആർക്കാണ്? അമ്മയ്ക്കാണ്. കാര്യം അമ്മയ്ക്ക് ഇത് വെക്കാൻ കാരണം അമ്മയ്ക്ക് സ്വരം ഉയർത്തി രണ്ട് വർത്തമാനം പറയാനുള്ള പല സാഹചര്യം ഈശോ തന്നെ ഒപ്പിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ അമ്മയോടും അപ്പനോടും പറയാതെ ഈ ദേവാലയത്തിൽ തന്നെ തങ്ങിയത് ഭയങ്കരമായ കഷ്ടമായിപ്പോയി. അമ്മനോട് ഇപ്പം നമ്മൾ ഈ ഫൈൻഡിങ് ഇൻ ദ ടെമ്പിൾ ഫൗണ്ട് മിസ്സിങ് ഒക്കെ നമ്മൾ പറഞ്ഞ് ധരിക്കണില്ലേ ജപമാലയിൽ. ദേവാലയത്തിൽ ഈശോയെ കാണാതിരിക്കെ കണ്ടുമുട്ടി. അത് ആ വിഷയം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ആ വിഷയം ഈശോ ഒരു വാക്ക് പോലും പറയാഞ്ഞ കാരണം മാതാപിതാക്കന്മാർക്ക് എന്തുണ്ടായെന്നാണ് അമ്മ പറയണത് 2:48. ഈശോ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുക. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ സാധാരണ ഉത്കണ്ഠയല്ലേ. കാര്യം ഭയവും ഉത്കണ്ഠയുമാണ്. ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉത്കണ്ഠ ഉണ്ടായിരിക്കണത്? ഈ യേശുവിനെ കയ്യിൽ നിന്ന് ഇപ്പം നസ്രത്ത് വരെ ജെറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ തിരിച്ച് നടക്കുകയാണ്. നസ്രത്ത് എത്തിയില്ല, ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നസ്രത്ത് എത്തും. 2 ദിവസത്തെ വഴി നടന്നെത്തി കഴിയുമ്പോഴാണ് ഈശോ ഇല്ലാത്തത് അറിയണത്. അപ്പോൾ അവർക്ക് ഉത്കണ്ഠ ഉണ്ടായെന്നാണ് പറയണത്. എന്താണ് ഉത്കണ്ഠ? ആ ഉത്കണ്ഠ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഔസേപ്പിതാവിന് ഭയം ഉണ്ടായി. ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒരു ഭയം ഉണ്ടായി. എന്താണ് ഭയം ഉണ്ടായത്? ഈ നസ്രത്തിലേക്ക് നിന്ന് പോകാത്ത കഫർനാവിൽ പോകാണ്ട കാരണം എന്താണ്? ഭയം ഉണ്ടാകാൻ കാരണം എന്താ? 2:20 മത്തായിയുടെ സുവിശേഷം. അതായത് ഹെറോദേസ് ദ ഗ്രേറ്റ്, അയാളുടെ മകൻ അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോൾ ഔസേപ്പിതാവിന് ഭയമായി. അതാണ് ഞാനും എൻ്റെ പിതാവും കൂടി എന്നതിനെക്കുറിച്ചാണ്. അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോഴാണ് ഭയമായത്. അപ്പോൾ എങ്ങനെ അർക്കലാവോസിൻ്റെ ആൾക്കാർ വന്ന് ഈശോനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഈ അപ്പനും അമ്മയും കൂടി ചിന്തിക്കുന്നത്. അർക്കലാവോസിൻ്റെ ആൾക്കാരെ വന്ന് ഇവരെ തട്ടിച്ചുകൊണ്ട് ഈ ദേവാലയം തട്ടിക്കൊണ്ട് പോയോ? എന്താണ് സംഭവിച്ചെന്നറിയാതെ അമ്മയ്ക്ക് ഭയവും അമ്മയ്ക്ക് ഉത്കണ്ഠയും ഔസേപ്പിതാവിന് ഭയവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? സോറി മദർ എന്ന് പറയേണ്ടതാണല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ വല്ലതാണെങ്കിൽ അടി പാർത്ത കണക്കുരിയുടെ അപ്പാതി അപ്പനൊന്ന് തരും, എന്നിട്ട് പിന്നെ വിശേഷം പറയത്തുള്ളൂ. കാര്യത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സിറ്റുവേഷൻ മോശമാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷെ അതിന് മറുപടി ഈശോ കൊടുക്കണത് എന്താണ്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ഇതിന് ഈ ഉത്കണ്ഠയും ഭയവും മാറാൻ അതൊരിക്കലും മതിയായ ആൻസറല്ല. ഈശോയുടെ സ്റ്റാൻഡ് പറയണം, അത് കറക്റ്റാണത്. ഈശോയുടെ സ്റ്റാൻഡ് പറയും, അവസാനം വരെ കുരിശ് വരെ പറയും. കുരിശ് വരെ ഈശോയുടെ സ്റ്റാൻഡ് പറയും. പക്ഷേ മാനുഷികമായ രീതിയിൽ ഉത്കണ്ഠയും ഭയമുള്ള മാതാപിതാക്കന്മാർക്ക് മതിയായ മറുപടിയാണോ അത്? നിനക്ക് വാക്കിനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് അമ്മക്ക് തിരിച്ചു ചോദിച്ചാൽ ഈശോക്ക് മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ മറിയം ചോദിക്കത്തില്ല. കാര്യം എന്താണ്? അവൾ ദാസിയാണ്, അവളുടെ സ്വരം ഉയരത്തില്ല. അവളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മകനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ഉയർത്തില്ല. നമ്മൾ വായിച്ചില്ല അത് എന്താ പറഞ്ഞത്? അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയില്ല, അവൻ്റെ സ്വരം കേൾക്കുകയില്ല. ദിസ് ഈസ് മദറിന് ഇവിടെ സംസാരിക്കാൻ ശരിക്കും. ഞാനെപ്പോഴും അമ്മയോട് പറഞ്ഞ, അമ്മേ, ഞാൻ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം പൊട്ടിത്തെറിച്ച് പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ നിലവാരത്തിൽ താഴെയുള്ള ആൾക്കാരോടായിരിക്കും, മുകളിലുള്ള ആൾക്കാരോടൊന്നുമല്ല. അവർ ബഹുമാനമൊക്കെ കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ താഴെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കും. പക്ഷേ അതും എന്തോ ഒരു ദാസനാകുന്നതിൽ നിന്ന് എന്തുമാത്രം നമ്മളെ മാറ്റും. കാര്യം അമ്മ നമുക്ക് നൽകിയ പാഠം എന്താണ്? പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസരം വന്നാൽ പോലും നീ വിശ്വാസിയാണെങ്കിൽ നിനക്ക് പൊട്ടിത്തെറിക്കാം. പക്ഷെ നീ ഒരു ദാസനാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് അത് കപ്പാസിറ്റിയാണത്. അമ്മ ബേസിക്കായിട്ട് എന്താണ്? ദൈവവചനം. ഈശോ പറഞ്ഞത് എന്താണ്? ദൈവവചനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവൻ എന്നാണ് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേ ഈശോ പറഞ്ഞ വചനം എന്താണ്? ദൈവപുത്രൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തോട് മറിയം എന്ത് ചെയ്യണം? മറിയം എന്താണ് ചെയ്തത് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അവൾ പൊട്ടിത്തെറിച്ചില്ല. അവൾ എന്ത് ചെയ്തു? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.